So here now we are going to see Hamming codes. So Hamming code in the general or linear block code ആണെങ്കിൽ it is n comma k, where n is block size and k is bit message bits എന്ന് പറയാം. So അങ്ങനെ വരുമ്പോഴത്തേക്ക് it satisfies, it's a linear block code but it satisfies few condition. ഇതാണ് condition. So ഇതിൽ check bits എന്ന് പറയുന്നത് q എന്ന് പറയുന്നത് it should be greater than or equal to 3, that is the first condition. And the block code length n should be n is equal to 2 raised to q minus 1 എന്ന് പറഞ്ഞൊരു condition ആണ്. And number of bits as usual k is equal to n minus q ആയിരിക്കണം. So qന്റെ വാല്യൂ 3 കാട്ടം കൂടുതലായിരിക്കണം, n-ന്റെ വാല്യൂ q ബേസ് ചെയ്തിട്ടുള്ള ഈക്വേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ n-ഉം q-യുടെ വാല്യൂ അറിയാമെങ്കിൽ the number of message bits k should be equal to n minus q. പിന്നെ വേറൊരു കണ്ടീഷൻ, the minimum distance d minimum Hamming distance should be 3. ഇത്രയും കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ അത് ഹാമിംഗ് കോഡ് സാറ്റിസ്ഫൈ ചെയ്യുമെന്നാണ് പറയുന്നത്. സോ ഇതൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. നൗ ദ മെയിൻ എയിം ഇസ് ടു ജനറേറ്റ് എ ഹാമിംഗ് കോഡ്, ഡിറ്റക്റ്റ് എ ഹാമിംഗ് കോഡ്, അങ്ങനെയാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പോൾ എടുത്ത് പറയാണ് ഇവിടെ. അപ്പം ഞാനിത് സൈഡിൽ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യാം. സോ ദാറ്റ് ഇഫ് ഐ ടു സ്ക്രിബിൾ എനിത്തിങ് ഐ ക്യാൻ ഡു ദാറ്റ് ആസ് വെൽ. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യനിൽ പാരിറ്റി ചെക്ക് മെട്രിക്സ് തന്നിട്ടുണ്ട്. സോ പാരിറ്റി ചെക്ക് മെട്രിക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ദാറ്റ് ഇസ് എച്ച്. അപ്പോൾ ഇതിലൊരു വേറൊരു കണ്ടീഷൻ നോക്കുവാണെങ്കിൽ പാരിറ്റി ചെക്ക് മെട്രിക്സിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്, അകത്തുള്ള മെട്രിക്സ് എങ്ങനെയാണ് വരുന്നത്, ആർക്ക് പറയാൻ പറ്റും? ഓക്കെ, ലെറ്റ്സ് സി. ആരെങ്കിലും പറയുന്നത് വെയിറ്റ് ചെയ്യാം, അതുകൊണ്ട് ബാക്കി പറയാം. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് we need to find out generator matrix G, list out the code vectors and find out d minimum or minimum Hamming distance between code vectors. ഇത് അത്രയാണ് ചോദ്യം. ആദ്യം വായിക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാകത്തില്ല, ബട്ട് ഇറ്റ്സ് ഓക്കെ. ദ മെയിൻ ഐഡിയ ഇസ് ടു ഫസ്റ്റ് നമ്മൾ നോക്കാം ജനറേറ്റർ മെട്രിക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചെയ്യാം? നമുക്കിപ്പോൾ ഓൾറെഡി എച്ച് എന്ന് പറയുന്നത് വി ഓൾറെഡി നോ ദാറ്റ് ഇസ് പി ട്രാൻസ്പോസ് ആൻഡ് ഐ എന്ന് ഓൾറെഡി അറിയാം. ഇപ്പം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു മെട്രിക്സ് ഇങ്ങനെ ഡിവൈഡ് ചെയ്താൽ വി ക്യാൻ സീ ദാറ്റ് ദിസ് ഇസ് പി ട്രാൻസ്പോസ്, അല്ലേ? പാരിറ്റിയുടെ ട്രാൻസ്പോസ് ആണ്. അതേപോലെ ഐ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. വേർ ഹിയർ വി നോ ദാറ്റ് ഇറ്റ് ഈസ് ഐ ക്യൂ ബൈ ക്യൂ ആണ്, ആണല്ലോ. അപ്പോൾ പി ട്രാൻസ്പോസ് എന്തായിരിക്കും? കെ ബൈ ക്യൂ ആണ്, പക്ഷെ തിരിച്ചായതുകൊണ്ട് ക്യൂ ബൈ കെ. ഇത്രയും ഓക്കെ ആണോ പറഞ്ഞത്? ക്യൂ ആണ് ഇത്രയും റോസ്, കോളംസ് കെ ഉണ്ട്. സോ നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് 7,4 ആണെന്ന് നമ്മൾ ഈ പാരിറ്റി ചെക്ക് മെട്രിക്സ് വെച്ച് അല്ലെങ്കിൽ ഈ എച്ച് വെച്ച് തന്നെ നമ്മൾ കണ്ടുപിടിച്ച് 7,4 ആണെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. ചെക്ക് ചെയ്തപ്പോഴും ക്വസ്റ്റ്യനും സെയിം തന്നെയാണ്. സോ ദ മെയിൻ ഐഡിയ ഇസ് ടു ഹാവ് എ ജനറേറ്റർ മെട്രിക്സ് ജി കണ്ടുപിടിക്കണം. ആ ജി കണ്ടുപിടിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? വി ഓൾറെഡി നോ ദാറ്റ് ഇക്വേഷൻ ഇസ് ഐ ഫോളോഡ് ബൈ പി, വേർ ഐ ഇസ് കെ ബൈ കെ ആൻഡ് പി വിൽ ബി ഈക്വൽ ടു നമ്മൾ നേരത്തെ എഴുതിയതുപോലെ തിരിച്ചു വരും. എന്താണ്? കെ ബൈ ക്യൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ ജനറേറ്റർ മെട്രിക്സ് എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? ഫസ്റ്റ് കെയുടെ വാല്യൂ എന്താണ്? 4 ആണ്. സോ ഐഡൻറ്റിറ്റി മെട്രിക്സ് നമ്മൾ എന്ത് എഴുതണം? 4 ബിറ്റ്സ് എന്നുള്ള രീതിയിൽ നമ്മളൊരു ഐഡൻറ്റിറ്റി മെട്രിക്സ് എഴുതുക. 0 0 1 0 0 0 0 1. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പാരിറ്റി മെട്രിക്സിൻ്റെ നേരെ റെസിപ്രോക്കൽ, അതായത് ട്രാൻസ്പോസ് ആയിട്ട് എഴുതുക. സോ നമ്മൾ എങ്ങനെ എഴുതും? ഇതെഴുതുക 1 1 1 0. ശരിയാണെങ്കിൽ പറയാ, തെറ്റാണെങ്കിൽ പറയാ. ഓക്കെ ആണോ? ശരിയാണോ തെറ്റാണോ? നമ്മൾ റോസിനെയും കോളംസിലും ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ജനറേറ്റർ മെട്രിക്സ്. ഇതൊരു 3 മാർക്കായി. അപ്പോൾ ഇത്രയും നമ്മൾ, അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. സോ ഇഫ് യു ഹാവ് എ പാരിറ്റി ചെക്ക് മെട്രിക്സ് ഓർ എ ജനറേറ്റർ മെട്രിക്സ്, ഇറ്റ്സ് ഓൾവേസ് ബെസ്റ്റ് ടു ലേൺ ആസ് പി ആൻഡ് ഐ, ബട്ട് അതിൻ്റെ ഓർഡർ എഴുതി തന്നെ പഠിക്കുക. ബിക്കോസ് ഇത് തെറ്റിപ്പോകാനുള്ള വളരെ നല്ല സാധ്യതയുണ്ട്. വെൻ വി ഹാവ് 7,4 അങ്ങനെ വരുമ്പോഴത്തേക്ക് ക്യൂവിനും കെയിൻ്റെ വാല്യൂവും 2 2 ആയിരിക്കും. ഇറ്റ്സ് ഓൾവേസ് ബെസ്റ്റ് ടു ലേൺ ലൈക്ക് ദാറ്റ്. ഇപ്പോൾ ജി നമ്മൾ എഴുതി. അതേപോലെ ഇനി കോഡ് വെക്ടർ എഴുതാനാണെങ്കിലോ,
കോഡ് വെക്ടർ എഴുതുകയാണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് വി നീഡ് ടു ഫൈൻഡ് ഔട്ട് സി, ചെക്ക് ബിറ്റ്സ് എഴുതണം. അപ്പം ഗിവൺ നമ്മൾ എന്നും കെയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി എഴുതി, എന്നിൻ്റെ എന്താണ് കെയുടെ വാല്യൂ എന്താണെന്ന് എഴുതി, അതിനനുസരിച്ച് ക്യൂ കിട്ടി. എന്നിട്ട് നമ്മൾ ബ്ലോക്ക് ലെന്ത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി, എൻ ഇതാണ്, സോ ദെയർഫോർ ഹാമിംഗ് കോഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ എച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി പി ട്രാൻസ്പോസ് ഐ ആണ്. അതിൻ്റെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട് ഞാനിവിടെ. അതിൻ്റെ ഇത് ബേസിക് ആയിട്ട് ഇങ്ങനെ തന്നെ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും തെറ്റില്ല. സോ പി ട്രാൻസ്പോസ് ഐ ആണ്. അതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി. ഏറ്റവും ബെസ്റ്റ് വേ ഇതേപോലെ ഇങ്ങനെ ഡോട്ട് ഇടരുത്. ഡോട്ട് ഇടുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അത് തെറ്റിക്കും. കഴിഞ്ഞ ബാച്ചും കഴിഞ്ഞതിൻ്റെ ബാച്ചും ഒക്കെ ഞാൻ ക്ലാസ്സിൽ ഇങ്ങനെ പഠിപ്പിച്ചപ്പോൾ അവരും ഇങ്ങനെ തന്നെ എഴുതി പോയത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഡിവിഷൻ ഞാനിവിടെ ഇങ്ങനെ കൊടുത്തത്. പക്ഷെ അത് അങ്ങനെ എഴുതണ്ട, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. എക്സാമിന് എഴുതുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ എഴുതുക. ഓക്കെ, അപ്പം ഇതിൽ എച്ച് എഴുതി, അത് ഡിവൈഡ് ചെയ്ത് നമുക്ക് പി ട്രാൻസ്പോസ് കിട്ടി. പി ട്രാൻസ്പോസിനെ നമ്മൾ തിരിച്ച് ഓർഡർ ആയിട്ട് എഴുതി. കണ്ടോ, തിരിച്ച് ഞാൻ ഡയറക്റ്റ് ഇവിടെ എഴുതിയതേ ഉള്ളൂ, സോ അത് ഞാൻ പി കിട്ടി. വൺസ് യു നോ പി വി ക്യാൻ ഫൈൻഡ് ഔട്ട് ജി. ജിയുടെ ഒരു ഇക്വേഷൻ എടുത്തെഴുതി, ജി സിക്കുള്ള എച്ച് ഇൻറ്റു പി ഓഫ് കെ. ഇതിന് വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇങ്ങനെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതുക എക്സാമിന്. ആൻഡ് വി ഹാവ് ജി ഈസ് ഈക്വൽ ടു ഇങ്ങനെയൊന്നും കിട്ടി. ഇതേപോലെ നമ്മൾ ഈ ഡോട്ടഡ് ആയിട്ട് എഴുതണമെന്ന് ആവശ്യമില്ല. ബിക്കോസ് ദാറ്റ് ഇങ്ങനെ എഴുതുമ്പോഴത്തേക്ക് പിള്ളേർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ദേ ഹാവ് റിട്ടൺ മെട്രിക്സ് പോലെ ഇങ്ങനെ ഇവിടെ ഒരു മെട്രിക്സ്, ഇവിടെ ഒരു മെട്രിക്സ്, രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ എഴുതിയിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് വെരി റോങ്. സോ ഒറ്റ മെട്രിക്സ് ആണ് ജി, ബട്ട് ഇറ്റ് ഈസ് അപ്പൻഡഡ് വിത്ത് 2 സബ് മെട്രിക്സസ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് സബ് മെട്രിക്സ്. രണ്ട് മെട്രിക്സ് അപ്പൻഡ് ചെയ്തിരിക്കുകയാണ്. സോ അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. സോ ഇറ്റ്സ് ഓൾവേസ് ബെസ്റ്റ് ടു റൈറ്റ് ആസ് എ സിംഗിൾ വൺ. ഓക്കെ, അപ്പം നമ്മുടെ ജി കിട്ടി. ജി നോക്കുവാണെങ്കിൽ ഞാൻ എഴുതിയത് ശരിയാണെന്ന് പറയാം. ഓക്കെ, അടുത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്, അത് നമ്മളിവിടെ എഴുതിയ നിൽക്കൂല. സോ അതിൻ്റെ ഒരു ജിസ്റ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ ഐ ഓൾറെഡി ടോൾഡ് ദാറ്റ് ഇറ്റ്സ് സി ഇസ് ഈക്വൽ ടു എം പി. ഇത് വെച്ച് എഴുതി നമ്മൾ അതിനനുസരിച്ച് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഒരു സിയുടെ വാല്യൂ കിട്ടും. സിയുടെ വാല്യൂ അനുസരിച്ചിട്ട് നമുക്ക് അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇഫ് യു ആർ ഹാവിങ് സി വി വിൽ ഗെറ്റ് ഇൻ ടേംസ് ഓഫ് എം എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. സോ എം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു C1, C2, C3 എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് പോകാം. അതിൽ എമ്മിൻ്റെ M2, M3 വാല്യൂ നമ്മളിവിടെ ഓൾറെഡി എഴുതുന്നത് കാരണം സിൻസ് വി ഓൾറെഡി നോ ദാറ്റ് ഇറ്റ്സ് ഹാവിങ് 4 മെസ്സേജ് ബിറ്റ്സ്. ആ 4 മെസ്സേജ് നമ്മൾ സീക്വൻഷ്യലായിട്ട് എഴുതാം. സോ നമുക്ക് 16 എണ്ണം കിട്ടും. ഓക്കെ, 4 ബിറ്റ് ഉള്ളത് കിട്ടും. ഇത് തെറ്റാണ്, 16 എണ്ണമാണ്. ശരിയാണ്, ഇത് 2⁴ ആണ് എഴുതുന്നത്, 24 എന്ന് പറഞ്ഞാൽ തോന്നി. സോ 2⁴ 16 കിട്ടും. സോ 0, 0, 0 to 1, 1 വരെയുള്ള എഴുതുക. സോ അടുത്തൊരു വലിയ ടേബിളാണ്. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ എഴുതേണ്ട ഒരു കാര്യം, ഫസ്റ്റ് നിങ്ങൾ എഴുതേണ്ടത് മെസ്സേജാണ്. ഇത് ഓൾറെഡി നമുക്ക് ബൈനറിയിൽ എഴുതാൻ അറിയാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് എഴുതുക ബൈനറിയിൽ. തൊട്ട് മേളിൽ മെസ്സേജ് വെക്ടറിന് എഴുതുക. ഇവിടെ ചെക്ക് ബിറ്റ്സ് എന്ന് പറഞ്ഞ് എഴുതുക. ഈ ചെക്ക് ബിറ്റ്സ് എന്ന് പറയുന്നത് ഇക്വേഷൻ എഴുതി തന്നെ നമ്മൾ ഇക്വേഷനിൽ എഴുതി തന്നെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇത് നോക്കുവാണെങ്കിൽ വി ഓൾറെഡി ഫൗണ്ട് ഔട്ട് ദാറ്റ് C1 is equal to M2, M3. അപ്പോൾ M1, M2, M3നെ എക്സോർ ചെയ്യുക. M1, M2, M3നെ എക്സോർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ 3 എണ്ണമാണ്. ആദ്യം ഇത് രണ്ടും എക്സോർ ചെയ്യുക, കിട്ടുന്നതിൻ്റെ റിസൾട്ട് ഇതിനെ എക്സോർ ചെയ്യുക. അതേപോലെ ഇവിടെ വീണ്ടും നോക്കുക, എക്സോർ ചെയ്യുക. അപ്പോൾ 0, 0, 0 ആണ്. 0, 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഇതും അത് തന്നെ വരും. ഇപ്പം ഇതെടുക്കാം. 0, 1 എന്ന് പറയുന്നത് 1 ആണ്, 1ഉം 0 എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെ ഇവിടെ എഴുതി. ഈ 3 ബിറ്റ് ആയതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്, ഇത് സെയിം ആണ്. ഓക്കെ, 0, 0, 1 എന്ന് പറയുന്നത് 1 ആണ്. പക്ഷെ 1ഉം 0, 1 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 1 ആണ് കിട്ടുന്നത്. ആ ആൻസർ 1ഉം അടുത്ത 1 ആയിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് 0 ആണ്. ബിക്കോസ് ഇറ്റ്സ് സെയിം. എനിക്ക് തോന്നുന്ന ഒരു 3 ബിറ്റിൻ്റെ എക്സോർ ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അതനുസരിച്ച് ഈ C1, C2 കംപ്ലീറ്റ് ചെയ്ത് എഴുതുക. ഇനി ഇവിടെ എന്താണോ കിട്ടിയത് അതല്ല അപ്പൻഡ് ചെയ്ത ഒരു സിംഗിൾ കോളത്തിൽ മേളിൽ കോഡ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞ് തന്നെ എഴുതുക. ഫുൾ എഴുതിയതിന് ശേഷം ഓരോന്നിൻ്റെയും വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. വെയിറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ സി മിനിമം എത്രയാണ്, മിനിമം വാല്യൂ എത്രയാണ് വന്നിരിക്കുന്നത്? 3 അല്ലേ വന്നിരിക്കുന്നത്?
നമ്മളെ ഹാമിംഗ് കോഡ് കണ്ടീഷനും പറയുന്നതാണ് ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. സോ അത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി. സോ ഡി മിനിമം 3 ആണെന്ന് പറഞ്ഞ് കിട്ടി. സോ ഡി മിനിമം 3 ആണെങ്കിൽ വി ക്യാൻ ഫൈൻഡ് എസ് വിത്ത് ഇക്വേഷൻ ഡി മിനിമം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ് പ്ലസ് 1. സോ ഡി മിനിമം 3 ആണ്. സോ എസ് എന്ന് പറയുന്നത് 2 ആയിരിക്കുമല്ലോ. സോ അത് കിട്ടി. സോ 2 എറേഴ്സ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ കറക്റ്റ് ചെയ്യാൻ ഡി മിനിമം ഇസ് 2t പ്ലസ് 1. അപ്പോൾ 2t എന്ന് പറഞ്ഞ രീതിയിൽ വന്ന ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയി. സോ വി ക്യാൻ ഡിക്റ്റേറ്റ് ദർ ആർ 2 എറേഴ്സ് ബട്ട് വി ക്യാൻ ഓൺലി കറക്റ്റ് 1. അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ ഒരു എൻകോഡർ എഴുതുവാണ്. നമ്മൾ നേരത്തെ എൻകോഡർ എഴുതാൻ ഓൾറെഡി അറിയാം. തന്നിരിക്കുന്നത് നമുക്ക് ഔട്ട്പുട്ട് വേണ്ടത് M1 M2 ആണ്. സോ ഇവിടെ ഞാൻ എളുപ്പത്തിന് വേണ്ടി M1 M2 M3 M4 എന്ന് എഴുതാതെ ജസ്റ്റ് ഒരു സിംഗിൾ ആയിട്ട് ഇവിടെ കൊടുത്തു. അതൊരു സ്വിച്ച് ആയിട്ട് കണക്ട് ചെയ്തു. ഇവിടെ അതേപോലെ C1 C2 എന്ന് പറയുന്ന സ്വിച്ച് ആയിട്ട് കണക്ട് ചെയ്തു. സോ ടോട്ടൽ എന്ന് പറയുന്നത് ഇഫ് യു കൺസിഡർ ദിസ് ഇറ്റ് വിൽ ബി ലൈക്ക് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഔട്ട്പുട്ട്. ഇറ്റ് ഈസ് ലൈക്ക് ആക്ച്വലി എ സ്വിച്ച്. അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. ബട്ട് വി ക്യാൻ റൈറ്റ് ദിസ് ആസ് M1 M2 M3 M4 C1 C2 C3. ഇത് ഓരോ പോയിന്റാണ്. ഈ ഓരോ പോയിന്റിൽ നിന്ന് നമ്മൾ ഈ ഒരു സ്വിച്ച് റൊട്ടേറ്റ് ചെയ്തെടുക്കും. അതിനൊരു കറസ്പോണ്ടിങ് ആയിട്ട് വരച്ചിരിക്കുന്നതാണ് എല്ലാ എമ്മും ഒരു പോയിന്റിൽ കൊണ്ടുവന്നു, എല്ലാ സിയും ഒരു പോയിന്റിൽ കൊണ്ടുവന്നു. ഇവിടെ ഒരു സ്വിച്ച് അതിൽ നിന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കുമെന്ന് പറഞ്ഞേ ഉള്ളൂ. ഇത് എം, ഇത് സി. ആ ഒരു സെയിം ലോജിക്കാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഡസൻ ആൻഡ് ബട്ട് ഓൺലി തിങ് ഇസ് ദാറ്റ് ഈ ഇക്വേഷൻ അനുസരിച്ച് വേണം നമ്മൾ ഇവിടുത്തെ സി എടുക്കാൻ. സോ C1 എന്ന് നോക്കുവാണെങ്കിൽ M1 M2 M3 ആണ്. സോ M1 M2 M3 എന്ന് നേരെ XORലോട്ട് പോയി അത് നേരെ C1ലോട്ട് കൊടുക്കുക. സിമിലർലി C2 M1 M2 M4 ആണ്. അതായത് M1 M2 M4 അതെല്ലാം ഇവിടെ XOR കൊടുത്ത് C2യിൽ എടുക്കുക. സിമിലർലി C3 ഇങ്ങനെ എഴുതുക. അപ്പോൾ നമ്മൾ എൻകോഡറും കഴിഞ്ഞു. ഇതാണ് നമ്മൾ ആദ്യത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ നോക്കിയത്. അപ്പോൾ അടുത്തത് ഡീകോഡർ എന്ന് പറയുന്നത് നമ്മൾ സിൻഡ്രോം ആണ്. സിൻഡ്രോം വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് അതിലൊരു ഡീകോഡിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് തന്നെ പറയുകയാണ്. അതൊരു പുതിയൊരു പ്രോബ്ലം ആയിട്ട് തന്നെ നോക്കാം. അതിൽ നമ്മൾ H എന്ന് പറയുന്ന ഒരു വാല്യൂ തന്നിട്ടുണ്ട്, പാരിറ്റി ചെക്ക് മെട്രിക്സ് പറയുന്ന വാല്യൂ തന്നിട്ടുണ്ട്. അതിൻ്റെ നമ്മൾ സിൻഡ്രോം വെക്ടർ കണ്ടുപിടിക്കാനാണ്. സിൻഡ്രോം ഓൾറെഡി അറിയാം, ഇറ്റ് ഇസ് ആക്ച്വലി 2 bits ആണ് എന്നറിയാം. സോ അതിൽ നമ്മൾ ടോട്ടൽ എലമെൻറ്റ് നോക്കുകയാണെങ്കിൽ 2⁻⁻1 ആണ്. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. വി ആർ കൺസിഡറിങ് 0 എലമെൻറ്റ്, നോൺ സീറോ എലമെൻറ്റ് മാത്രം നോക്കും. ബിക്കോസ് ഫസ്റ്റ് എലമെൻറ്റ് വിൽ ബി ഓൾവേസ് 0 0 0. അപ്പോൾ ഇവിടെ നമ്മൾ ക്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. അപ്പം ക്യൂവിൻ്റെ വാല്യൂ 3 ആയതുകൊണ്ട് വി വിൽ ഹാവ് 2⁻3−1 7 നോൺ സീറോ എലമെൻറ്റ്സ് കാണും. അത് നമുക്ക് താമസിയാതെ കാണാം. അതിൽ നമ്മൾ ജസ്റ്റ് ഓർഡർ ആയിട്ട് എഴുതുമെന്ന് വിചാരിക്കുക. ഫസ്റ്റ് ബിറ്റ് എറർ ആണെങ്കിൽ നമ്മളിത് എങ്ങനെ എഴുതുവാണെന്ന് വിചാരിക്കുക. ഫസ്റ്റ് ബിറ്റ് എറർ എന്ന് പറയുമ്പം ഞാൻ MSBയിൽ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇങ്ങനെ സോറി, ഇതാണ് ഫസ്റ്റ് ബിറ്റ് എറർ എന്ന് കാണിക്കുന്നത്. അപ്പോൾ അതേപോലെ ഞാനൊരു ഓർഡർ ആയിട്ട് എഴുതുകയാണ്, ലൈക്ക് ദിസ്. ഇത് മൊത്തത്തിൽ എഴുതുകയാണ്. മൊത്തത്തിൽ എഴുതുവാണെങ്കിൽ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ആൻഡ് വിസിബിൾ. ഇത് ഫസ്റ്റ് ബിറ്ററാണ്. നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഫസ്റ്റ് ബിറ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്, സെവൻത്ത് അങ്ങനെ എഴുതിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ ആ എറർ എന്ന് പറഞ്ഞൊരു ടേബിൾ ചെക്ക് ചെയ്യുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇതാണ് നമ്മുടെ ടേബിൾ. അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ, ഈ ഒരു എറർ ബിറ്റ്സിൻ്റെ ബേസിസിൽ നമ്മളൊരു സിൻഡ്രോം എന്നതിൻ്റെ വാല്യൂ കൂടെ ഇവിടെ കണ്ടുപിടിക്കും. സോ ദാറ്റ് ഇഫ് യു ആർ ഏബിൾ ടു ഐഡൻറ്റിഫൈ ദ സിൻഡ്രോം വാല്യൂ വി ക്യാൻ ചെക്ക് വിച്ച് എറർ പാറ്റേൺ ഇസ്. അതാണ് നമ്മൾ നേരത്തെ ആ ഒരു ഡീകോഡിങ്ങിലെ ഡയഗ്രാം വരച്ച ആ ടേബിൾ കമ്പാരിസൺ എന്ന് പറഞ്ഞത്. അപ്പം ആ സമയത്ത് ചിലപ്പോൾ നിങ്ങളൊരു 30 to 40% മനസ്സിലായി കാണത്തുള്ളൂ. ബട്ട് വിത്ത് ദിസ് ഐ ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ എൻ്റയർ തിങ്. അപ്പോൾ ഇതാണ് നമ്മളൊരു ടേബിൾ. സോ മെയിൻ ഐഡിയ ഇസ് ടു ജനറേറ്റ് ദിസ് ടേബിൾ വിത്ത് ആൻ എറർ പാറ്റേൺ ആൻഡ് എ സിൻഡ്രോം വാല്യൂ ഫോർ ഈച്ച് വാല്യൂസ്. അതാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ സിൻഡ്രോം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം, S=E×H⁻ ആണെന്ന് അറിയാം. സോ ഫസ്റ്റ് ബിറ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി S=the ഫസ്റ്റ് എറർ E എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത്, ദാറ്റ് ഇസ് ദിസ് വൺ. അത് ഇൻറ്റു
എച്ച് ട്രാൻസ്പോസ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഓൾറെഡി എച്ച് ട്രാൻസ്പോസ് ഉണ്ട്, അത് എച്ച് ഉണ്ട്, അതുകൊണ്ട് എച്ച് ട്രാൻസ്പോസ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിഡർ ദിസ് ഫസ്റ്റ് വാല്യൂ ആകുമ്പോഴത്തേക്ക് ദ മെയിൻ ഐഡിയ ബിഹൈൻഡ് ദിസ് എങ്ങനെ മൊത്തം മൾട്ടിപ്ലൈ ചെയ്യണം സാറേ, അത് ടൈം എടുക്കത്തില്ലേ, നോക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ബാക്കി എല്ലാം 0 ആയതുകൊണ്ട് എച്ച് ട്രാൻസ്പോസിലെ ഒരു എലമെന്റ് മാത്രമേ കാണുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഇ എന്ന് പറയുന്നത് ഈ വാല്യൂ ആയിരിക്കും. സിമിലർലി സെക്കൻഡ് വാല്യൂ എന്തായിരിക്കും? ഈ വാല്യൂ ആയിരിക്കും. തേർഡ് വാല്യൂ എന്തായിരിക്കും? ഇതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റയടിക്ക് തന്നെ എളുപ്പത്തിൽ തന്നെ എഴുതാനും പറ്റും. സോ ഇഫ് യു നോ എച്ച് ട്രാൻസ്പോസ്, അത് ഈ വാല്യൂ എഴുതുവാണെങ്കിൽ ഞാൻ ഈ ഫസ്റ്റ് വാല്യൂ സെക്കൻഡ് വാല്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് വാല്യൂ വിൽ ബി 101, സെക്കൻഡ് വാല്യൂ വിൽ ബി 111, തേർഡ് വാല്യൂ വിൽ ബി 011. ഇതാണ് എഴുതിയത്. ഫോർത്ത് വാല്യൂ വിൽ ബി 100. ഈ വാല്യൂ ആണ് എഴുതുന്നത്. അപ്പം സപ്പോസ് എനിക്ക് സിൻഡ്രോമിൻ്റെ വാല്യൂ ഇതാണ് കിട്ടിയെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ അത് ചെക്ക് ചെയ്ത് നോക്കും. സോ ഐ നോ ദാറ്റ് ഇറ്റ് ഈസ് ദ ഫോർത്ത് വാല്യൂ ആകുമ്പോഴത്തേക്ക് ഇതാണ് നമ്മുടെ ഉദ്ദേശിക്കുന്ന എറർ. അപ്പോൾ സിൻഡ്രോം ഇത് കിട്ടിക്കഴിഞ്ഞാൽ വി നോ ദാറ്റ് ദ എറർ പാറ്റേൺ 0 0 0 1 0 0 0 എന്ന് പറഞ്ഞ് കിട്ടും. അത് ഈ പറഞ്ഞ ബോക്സ് വാല്യൂ. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന ഒരു എക്സ് വാല്യൂ വൈ വാല്യൂ ഉണ്ടെങ്കിൽ, അല്ല എക്സ് ഇല്ല നമുക്ക് വൈ മാത്രമേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ വൈ വാല്യൂ ഇവിടെ എഴുതുക. വൈ വാല്യൂ ഇവിടെ എഴുതിയതിന് ശേഷം ഇതിനെ എക്സോർ ചെയ്താൽ നമുക്ക് ആക്ച്വലായിട്ട് കറക്റ്റായിട്ട് എക്സ് വാല്യൂ കിട്ടും. അതാണ് നമ്മൾ ഡീകോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓരോ ബിറ്റിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇങ്ങനെ തന്നെ എഴുതി തന്നെ ചെയ്യണം. ഹെൻസ് നമ്മൾ ഇങ്ങനെ ഒരു ടേബിൾ, ഇതാണ് ഞാൻ നേരത്തെ ഉള്ള ഒരു ടേബിൾ. ആൻഡ് വിത്ത് ദിസ് ടേബിൾ വി ക്യാൻ ഫൈൻഡ് ഔട്ട്. ആൻഡ് ഇഫ് ഐ ടോൾഡ് യു ദാറ്റ് നമുക്കൊരു വാല്യൂ കിട്ടിയെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ നമ്മൾ അതനുസരിച്ചൊരു വാല്യൂ എടുത്ത് എഴുതി ചെയ്യാം. ഓക്കെ ആണോ എല്ലാവർക്കും? Is it okay?